കേരള വിഷൻ ന്യൂസ്, ഭരണഘടനയ്ക്കൊപ്പം. നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം തിരുവാതുക്കലിൽ വീടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രമുഖ വ്യവസായി തിരുവാതുക്കൽ സ്വദേശി വിജയകുമാറും ഭാര്യ മീരയുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് സംശയം. വീട്ടിലെ ജോലിക്കാരി രാവിലെ എത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടത്. രക്തം വാർന്ന നിലയിലായിരുന്നു ഇരുവരുടെയും മൃതദേഹം. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ വേദനയോടെ ലോകം. മരണകാരണം മസ്തിഷ്കാഘാതവും ഹൃദയസ്തംഭനവുമെന്ന് വത്തിക്കാൻ. നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടക്കും. മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടു. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മരണപത്രത്തിൽ പറയുന്നു. അതോടൊപ്പം മാർപ്പാപ്പയുടെ മരണകാരണം വ്യക്തമാക്കി വത്തിക്കാൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് വത്തിക്കാൻ. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്നും നാളെയും സംസ്കാരം നടക്കുന്ന ദിവസവുമാണ് ദുഃഖാചരണം. ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ട് 3 ദിവസവും ഔദ്യോഗിക പരിപാടികൾ ഉണ്ടാകില്ല. മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പോപ്പിന്റെ ജന്മനാടായ അർജന്റീനയിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ബ്രസീലിലും 7 ദിവസത്തെ ദുഃഖാചരണം നടത്തും. സ്പെയിനിൽ 3 ദിവസത്തെ ദുഃഖാചരണം. ഫ്രാൻസിലെ പ്രശസ്തമായ ഈഫൽ ടവറിന്റെ ലൈറ്റുകൾ കെടുത്തി. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഐറിഷ് കർദിനാൾ കെവിൻ ഫാറൽ കമർലങ്കോവായി ചുമതലയേറ്റു. പോപ്പിന്റെ വിടവാങ്ങലിൽ പുതിയ പാപ്പ ചുമതലയേൽക്കും വരെ വത്തിക്കാന്റെ ചുമതല വഹിക്കുക കമർലങ്കോ പദവിയിലുള്ള കെവിൻ ഫാറൽ ആയിരിക്കും. മുതലപ്പുഴയിൽ പൊഴി മുറിക്കുന്ന ജോലികൾ തുടരുന്നു. മണൽ നീക്കാനുള്ള നടപടികൾ ആരംഭിക്കും. കണ്ണൂരിൽ നിന്ന് വ്യാഴാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്ന് കരാർ കമ്പനി. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിനെ ഇനിയും കണ്ടെത്താനാകാതെ പോലീസ്. സംഭവത്തിൽ DGPക്ക് പരാതി നൽകാൻ കുടുംബം. മരണത്തിൽ സുഹൃത്ത് സുഗാന്തിന് പങ്കുണ്ടെന്നാണ് കുടുംബത്തിന്റെ പരാതി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലെത്തും. ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുക. വൈകിട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ത്യ സൗദി തന്ത്രപ്രധാന സഹകരണ കൗൺസിൽ യോഗവും നടക്കും. പ്രധാനമന്ത്രിക്ക് സൗദി കിരീടാവകാശി അത്താഴ വിരുന്നും നൽകും. ഊർജ്ജ പ്രതിരോധ രംഗങ്ങളിൽ സഹകരണം ശക്തമാക്കാനുള്ള ചർച്ച നടക്കും. സ്വകാര്യ ടൂർ ഏജൻസികൾ വഴി ഹജ്ജിന് പോകുന്നവരുടെ എണ്ണം കൂട്ടി നൽകണമെന്ന അഭ്യർത്ഥനയും ഇന്ത്യ മുന്നോട്ട് വയ്ക്കും. 3ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനമാണിത്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച മുഴുവൻ നടപടികളും ശരിയാണെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എസ്റ്റേറ്റുകൾ സമർപ്പിച്ച ഹർജി തള്ളിയതിലൂടെ അതാണ് വ്യക്തമാക്കുന്നത്. വിലങ്ങാട് പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്തതിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരെ കേരളം നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജിയിൽ നേരത്തെ ഗവർണറുടെ സെക്രട്ടറിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരുന്നു. നിയമസഭ പാസാക്കിയ 4 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് കേരളത്തിന്റെ വാദം. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനായില്ല. സമൂഹ മാധ്യമ ശൃംഖലയായ മെറ്റ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. ഇതോടെ കേസിൽ കുറ്റാരോപിതർക്ക് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ഒരുങ്ങുന്നു എന്ന ആരോപണവും ശക്തമാണ്.
മുനമ്പ് ഭൂമി സംബന്ധിച്ച കേസിലെ വാദം കേൾക്കൽ നീട്ടിവെച്ചു. മെയ് 27 കേസ് മാറ്റി. അന്തിമവിധി പറയുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. നിലവിലെ ജഡ്ജി മെയ് 19 സ്ഥലം മാറുന്നതിനാലാണ് വാദം തുടരാത്തത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ റീൽസ് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് റീൽസായി പങ്കുവച്ചത്. വിഷു ദിവസം മാധ്യമങ്ങൾക്കുൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താൻ നിയന്ത്രണം ഏർപ്പെടുത്തിയ മേഖലയിലാണ് റീൽസ് ചിത്രീകരിച്ചത്. നേരത്തെ ഇതേ സ്ഥലത്ത് റീൽസ് ചിത്രീകരിച്ച ജസ്ന സലീമിനെതിരെ കലാപശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. അതേസമയം വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പരിശോധിക്കട്ടെ എന്നും ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. PV അൻവറിന്റെ UDF പ്രവേശനം ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അൻവർ എവിടേക്ക് വേണമെങ്കിലും പോകട്ടെ, ഇടതുമുന്നണി ചർച്ച ചെയ്ത മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുമെന്നും മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാസമരം 4ാം ഘട്ടത്തിലേക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ ആശാ സമരയാത്ര സംഘടിപ്പിക്കും. മെയ് 5 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരയാത്ര ജൂൺ 17 തിരുവനന്തപുരത്തെത്തും. അതേസമയം സെക്രട്ടേറിയറ്റിനു മുന്നിലെ രാപ്പകൽ സമരം നിലനിർത്തുമെന്ന് ആശമാണ്. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലപാതകത്തിൽ പ്രതിയുടെ ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. പ്രതി കന്യാകുമാരി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന പ്രതിഭാഗം ആവശ്യപ്പെട്ടു. 2022 ഫെബ്രുവരി 6 നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി പാർട്ടി മുഖപത്രം. കോഴിക്കോട് DCC ഉദ്ഘാടനത്തിനിടയിലെ നേതാക്കളുടെ ഉന്തും തള്ളും നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത പ്രവൃത്തിയായിപ്പോയെന്ന് വിമർശനം. പ്രസ്ഥാനത്തിന്റെ യശസ്സിനെ ഇടിച്ചു കയറിയും പിടിച്ചു തള്ളിയും അപകീർത്തിപ്പെടുത്തരുതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. തൃശൂർ പൂര വിളംബരത്തിന് ഇത്തവണയും കൊമ്പൻ എറണാകുളം ശിവകുമാർ തന്നെ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പനാണ് ശിവകുമാർ. നീതലകാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്നാണ് പൂര വിളംബരം നടത്തുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഘടക പൂര ആഘോഷ കമ്മിറ്റികളുമായി നടന്ന ആലോചനാ യോഗത്തിലാണ് തീരുമാനം. മെയ് 5 പൂര വിളംബരം നടക്കുക. മെയ് 6 തൃശൂർ. മലപ്പുറം പൊന്നാനിയിൽ 3 ആൺകുട്ടികളെ കാണാതായതായി പരാതി. പൊന്നാനി സ്വദേശികളായ ഷാനിഫ്, കുഞ്ഞുമോൻ, റംനാസ് എന്നിവരെയാണ് കഴിഞ്ഞ ഏപ്രിൽ 20 മുതൽ കാണാതായത്. കുട്ടികൾ ബംഗളൂരിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ അനുശോചിച്ച് രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഏപ്രിൽ 22, 23 തീയതികളിൽ കാലിക്കടവ് NT കേരളം പ്രദർശന വിപണന മേളയോടനുബന്ധിച്ച് നടത്താനിരുന്ന കലാപരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കിയതായി ജില്ലാ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വീണ്ടും കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില ആദ്യമായി 74,000 കടന്നു. ഒരു പവന് ഇന്ന് കൂടിയത് 2200 രൂപയാണ്. ഇതോടെ പവന് 74,320 രൂപയായി. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയായി. 24 ക്യാരറ്റ് സ്വർണം 1 കിലോഗ്രാമിന് 1 കോടി രൂപയ്ക്ക് മുകളിലായി. 10 ഗ്രാമിന് ആദ്യമായി 1 ലക്ഷമായി ഉയർന്നു. 2 ആഴ്ചക്കിടെ ഇത്രയും വലിയ വർധനവ് സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില കുത്തനെ വർദ്ധിക്കുന്നതാണ് കേരളത്തിലും വില കൂടാനുള്ള കാരണം. 5 ദിവസത്തെ US സന്ദർശനത്തിനായി സാൻ ഫ്രാൻസിസ്കോയിലെത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. US ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്രയും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുൽ ശ്രീകർ റെഡ്ഡി കൊപ്പുലയും ധനമന്ത്രിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. ഏപ്രിൽ 25 വരെയാണ് സന്ദർശനം. ഉത്തർപ്രദേശിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ച് ഭാര്യ. മരുമകനുമായുള്ള വിവാഹേതര ബന്ധത്തിന് തടസ്സമായതിനാലാണ് ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഭാര്യ റസിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാമുകനായ റോമനും സുഹൃത്തും ചേർന്നാണ് മൃതദേഹം പാടത്തുപേക്ഷിച്ചത്. കർണാടക മുൻ DGP ഓം പ്രകാശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മകൻ. ഓം പ്രകാശും ഭാര്യയും 12 വർഷമായി സ്ക്രീനോഫീനിയ എന്ന രോഗത്തിന് ചികിത്സയിലായിരുന്നെന്നും കടുത്ത മാനസിക വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയിരുന്നതെന്നും മകൻ മൊഴി നൽകി. ഇന്നലെ വൈകിട്ടാണ് ഓം പ്രകാശിനെ വീടിനുള്ളിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലെത്തി. ഡൽഹിയിലെ പാളം വ്യോമതാവളത്തിൽ പ്രത്യേക വിമാനത്തിലെത്തിയ വാൻസിനെ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം, ഇറക്കുമതി ചുങ്കം തുടങ്ങിയ വിഷയങ്ങളിൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടക്കമിട്ട ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ അബുദാബി ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ പിന്തുണ അറിയിച്ചു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പോസ്റ്റർ അനാച്ഛാദനം ചെയ്ത ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ഇന്തോനേഷ്യയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായ റിപ്പോർട്ട്. 5.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായതായി നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. രാത്രി 11:50 ഇന്തോനേഷ്യയിലെ സുലവേസിയിലെ തെക്കുകിഴക്കായാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം തുറക്കാൻ ഒരുങ്ങി ചൈന. നദീനിരപ്പിൽ നിന്ന് 2051 അടി ഉയരത്തിലുള്ള പാലം തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ ഗുഷോവിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഫ്രാൻസിലെ മില്ലോ വയഡക്റ്റിനേക്കാൾ 947 അടി ഉയരം കൂടുതലാണ്. സൗദി പോസ്റ്റ് ഓരോ വ്യക്തിക്കും നൽകുന്ന നാഷണൽ അഡ്രസ് ഇല്ലാത്ത ഷിപ്മെന്റുകൾ സ്വീകരിക്കരുതെന്ന് ഷിപ്പിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകി പൊതുഗതാഗത അതോറിറ്റി. അടുത്ത വർഷം ജനുവരി മുതൽ നിർദ്ദേശം നിയമമായി പ്രാബല്യത്തിൽ വരുമെന്നും അതോറിറ്റി. പാഴ്സൽ ഷിപ്പിംഗ് മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഗുണഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. ബോളിവുഡ് സിനിമ ട്വിലൈറ്റ് സിനിമാ താരം ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടും കാമുകി ഡിലൻ മേയറും വിവാഹിതരായി. ലോസ് ആഞ്ചൽസിലെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹം. കോടതിയിൽ നിന്നും വിവാഹ ലൈസൻസ് കൈപ്പറ്റിയ ശേഷമായിരുന്നു വിവാഹം. 2019 ഇരുവരും തമ്മിലുള്ള പ്രണയം ഇൻസ്റ്റഗ്രാമിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത്. തുടർന്ന് 2021 ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ISRO ദൗത്യമായ സ്പേഡക്സിന്റെ 2ാം ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയായി. SDX-01, SDX-02 എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഡോക്കിംഗ് പരീക്ഷണം നടത്തിയത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് വിവരം എക്സിലൂടെ അറിയിച്ചത്. കാസർഗോഡ് ആനഭാഗിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കോഴിക്കോട് കൊയിലാണ്ടി മേലൂർ കൊണ്ടംവള്ളി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായ കതിന പൊട്ടിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. കൊണ്ടംവള്ളിയിലെ മീത്തൽ ഗംഗാധരൻ നായരാണ് മരിച്ചത്. ഏപ്രിൽ 15 നടന്ന അപകടത്തിലാണ് പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ മരണം സംഭവിച്ചത്. കോഴിക്കോട് തിരുവമ്പാടിയിൽ വയോധികയെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ആനക്കാംപൊയിലിൽ സ്വദേശി റോസമ്മയാണ് മരിച്ച നിലയിൽ വീടിനുള്ളിൽ തൊഴുത്തിൽ കണ്ടെത്തിയത്. കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലും ആസിഡ് കുടിച്ച നിലയിലുമാണുള്ളത്. ആലപ്പുഴ മാന്നാറിൽ ചെന്നിത്തലയിൽ ആളൊഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരമത്തൂർ പരുവത്തറ വീട്ടിൽ മോബിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. കോഴിക്കോട് യാത്രക്കാരന് നേരെ സഹയാത്രികാരനായ ബസ് ഡ്രൈവറുടെ ആക്രമണം. പന്തീരങ്കാവ് കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലാണ് സംഭവം. കോഴിക്കോട് മാങ്കാവ് സ്വദേശി നിഷാദിന് നേരെയാണ് ആക്രമണമുണ്ടായത്. തോളിൽ കൈവച്ചത് മാറ്റാൻ ആവശ്യപ്പെട്ടതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. കൊല്ലത്ത് ബസ് കാത്തുനിന്ന അച്ഛനെയും മകനെയും പോലീസ് മർദ്ദിച്ചതായി പരാതി. കരിക്കോട് സ്വദേശി നാസർ, മകൻ മുഹമ്മദ് സെയ്ദ് എന്നിവരാണ് കൊല്ലം ഈസ്റ്റ് SI സുമേഷ് മർദ്ദിച്ചെന്ന് പരാതിപ്പെട്ടത്. മദ്യപിച്ചോ എന്ന് ചോദിച്ചായിരുന്നു പോലീസിന്റെ അതിക്രമം നടത്തിയതെന്ന് സെയ്ദ്. സംഭവത്തിൽ SIയെ സസ്പെൻഡ് ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് പുതിയങ്ങാടിയിൽ നവദമ്പതികളെ ആക്രമിച്ച യുവാവ് അറസ്റ്റിൽ. കുണ്ടൂപ്പറമ്പ് സ്വദേശി നിഖിലസ് നായരെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതിയങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ ബൈക്കിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ നവദമ്പതികളോട് ഇയാൾ മോശമായി പെരുമാറി. ഇത് ചോദ്യം ചെയ്ത് ഭർത്താവിനെ പ്രതി ആയുധം കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പാലക്കാട് ആനക്കരയിൽ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ പ്രതി അറസ്റ്റിൽ. ചേകന്നൂർ സ്വദേശി ഹസനാണ് അറസ്റ്റിലായത്. വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥിയെ ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കുട്ടി സംഭവം രക്ഷിതാക്കളോട് പറഞ്ഞതോടെയാണ് വിവരം അറിഞ്ഞത്.
തൃത്താൽ അസിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പാലക്കാട് പട്ടാമ്പിയിൽ ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ തകർത്ത കവർച്ച. പട്ടാമ്പി മരുതൂർ തളി ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 6 ഭണ്ഡാരങ്ങൾ തകർത്തതായി കണ്ടെത്തി. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം തിരൂരിൽ 15-കാരനെ ലൈംഗിക പീഡനത്തിനിരയാക്കി വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയാണ് അറസ്റ്റിലായത്. യുവതിയുടെ ഭർത്താവ് തിരൂർ സ്വദേശി സാബിക്കിന്റെ അറിവോടെയാണ് പീഡനം നടന്നത്. പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങുകയായിരുന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും പോക്സോ കേസിൽ അതിജീവിത ചാടിപ്പോയി. ഇവരുടെ കുഞ്ഞിനെയും കൊണ്ടാണ് അതിജീവിത ചാടിയത്. സംഭവത്തിൽ കോഴിക്കോട് ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ റിമാൻഡിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കിഴുത്താണി സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയത്. കേസിൽ തൃശൂർ 3 പീടിക സ്വദേശി റനീസിനെ ആണ് റിമാൻഡ് ചെയ്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിൽ. കരയ്ക്ക മണ്ഡപം സ്വദേശി റഫീഖാണ് എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നെയ്യാറ്റിൻകര എക്സൈസ് സംഘവും IB യൂണിറ്റും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. 6 ലക്ഷം രൂപ വില വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇടുക്കി അടിമാലിയിൽ 5 ഗ്രാം കഞ്ചാവും MDMA-യുമായ ഒരാൾ പിടിയിൽ. എറണാകുളം കിഴക്കമ്പലം സ്വദേശി ബിജുവാണ് പിടിയിലായത്. ദേശീയപാതയിൽ ഹൈവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. യുവാവിന്റെ പേഴ്സിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് പിടികൂടി. ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടികൂടിയത്. വെങ്ങാനൂർ സ്വദേശി ആദർശാണ് പിടിയിലായത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. തൃശൂർ അന്തിക്കാടിൽ വോയിസ് ഓഫ് കാറമുക്കിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സെമിനാർ നടത്തി. അന്തിക്കാട് SI ഉമ്മർ, ASI നാസർ എന്നിവർ ക്ലാസ് എടുത്തു. ഡോക്ടർമാർ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ ജിമ്മുകളിലേക്ക് അനധികൃതമായി എത്തിച്ചു നൽകിയതിന് 2 യുവാക്കൾ അറസ്റ്റിൽ. ഈറോഡ് ജിം നടത്തുന്ന സെന്തിൽ കുമാർ, ജിം പരിശീലകനായ ശങ്കറുമാണ് പിടിയിലായത്. 10 ലക്ഷം രൂപ വിലയുള്ള ഉത്തേജക മരുന്നുകളും 28,000 രൂപയും കാറും പോലീസ് പിടിച്ചെടുത്തു. കോയമ്പത്തൂർ ജില്ലയിലെ മേട്ടുപ്പാളയത്താണ് മെഡിക്കൽ അനുമതിയില്ലാതെ ജിമ്മുകളിലേക്ക് നിയമവിരുദ്ധമായി ഉത്തേജക മരുന്നുകൾ വിതരണം ചെയ്തത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വാങ്ങും. അപ്പൊ ഈ ക്യൂട്ടിക്ക് ട്രിക്ക് ഒന്നുമില്ലേ? ക്യൂട്ടിക്കുള്ളത് ട്രിക്കല്ല, മാജിക്. 35 രൂപയുടെ 2 സോപ്പ് വാങ്ങുന്നതിന് പകരം ഒരു മാസത്തേക്ക് 28 രൂപയുടെ ഒരു ക്യൂട്ടി സോപ്പ് ധാരാളം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്, പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലാണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദിലക് ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി.
സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. അതിവേഗ വാർത്തകൾ തുടരുന്നു. കൊല്ലം ചാത്തന്നൂരിൽ ലോൺ വാങ്ങി നൽകാമെന്ന വ്യാജേന 20ഓളം പേരിൽ നിന്നും പണം തട്ടിയതായി പരാതി. നിർധന കുടുംബത്തിനെ മുൻനിർത്തിയാണ് ലക്ഷങ്ങൾ തട്ടിയത്. ഇവർ പരസ്പരം സന്ദേശങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോയും വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തുവിട്ടു. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തിരുവനന്തപുരം ആര്യങ്കോട് ടെക്സ്റ്റൈൽസിൽ ആക്രമണം നടത്തിയ ഒരാൾ പിടിയിൽ. ജോജോ എന്നയാളാണ് പിടിയിലായത്. രണ്ടുപേർ രക്ഷപ്പെട്ടു. മകേരം ടെക്സ്റ്റൈൽസിൽ ജോജോ ഉൾപ്പെടെ 3 പേർ എത്തി കട ഉടമയായ സജികുമാറിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തോർത്ത് നൽകാത്തതിനെ തുടർന്നാണ് ആക്രമണം. സജി നിലവിൽ ചികിത്സയിലാണ്. കോഴിക്കോട് കുറ്റ്യാടിയിൽ മാതാവിനൊപ്പം കിടന്നിരുന്ന 47 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച നിലയിൽ കക്കട്ടിൽ റിയാസിന്റെയും ജസ്ലയുടെയും മകൾ നൂറ ഫാത്തിമയാണ് മരിച്ചത്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചതെന്ന് സംശയമുണ്ട്. റിയാസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഇഞ്ചക്കാട് സ്വദേശി ഷൈനാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ചായിരുന്നു അപകടം. കാർ ഓടിച്ച ടെനി ജോപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിനെ ഇടിച്ചിട്ട ശേഷം കാർ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. കൊല്ലം പുനലൂർ നെല്ലപ്പള്ളിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പത്തനാപുരം കടക്കാമൺ സ്വദേശി മഹേഷാണ് മരിച്ചത്. നെല്ലപ്പള്ളി തിരുഹൃദയ ദേവാലയത്തിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ കാർ ബസിനെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിർ ദിശയിൽ നിന്നും വന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കണ്ണൂർ പള്ളിക്കുന്നിൽ ലോറി മരത്തിലിടിച്ച് ഡ്രൈവർ മരിച്ചു. കൊണ്ടോട്ടി സ്വദേശിയായ ഡ്രൈവറാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം. ലോറിയെ മറികടന്ന് വന്ന സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് ലോറി നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. തൃശൂർ മണ്ണമ്പേട്ടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ ബസ് കയറിയ അപകടത്തിൽ സ്കൂട്ടറിൽ നിന്നും പാതയോരത്തെ കാനയിലേക്ക് തെറിച്ചു വീണ യാത്രക്കാരൻ പരിക്കേറ്റാതെ രക്ഷപ്പെട്ടു. അതേസമയം സ്കൂട്ടർ വരുന്നത് കണ്ട് വെട്ടിക്കാൻ ശ്രമിച്ച ബസ് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച് അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. തമിഴ്നാട് വാൽപ്പാറയിൽ റോഡരികിൽ കരടിയിറങ്ങി. വാൽപ്പാറ അലിയാറിലാണ് കരടിയിറങ്ങിയത്. റോഡരികിലെ സുരക്ഷാ കൈവരിയിലൂടെ നടന്നു നീങ്ങുന്ന കരടിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. വഴിയാത്രക്കാരാണ് കരടിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. തിരുവനന്തപുരം പാലോട് 75ഓളം അണലി കുഞ്ഞുങ്ങളെ പിടികൂടി. നന്ദിയോട് ബിന്ദുവിന്റെ വീട്ടിൽ നിന്നാണ് അണലി കുഞ്ഞുങ്ങളെ പിടികൂടിയത്. കേരളത്തിലെ ആദ്യ പാമ്പ് പിടുത്തക്കാരി രാജിയാണ് പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ അണലിയെ വനം വകുപ്പിന് കൈമാറി. കേരളത്തിൽ ആദ്യമായാണ് 75ഓളം പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടുന്നത്. നേരത്തെ 63 എണ്ണത്തെ പിടികൂടിയിരുന്നു. മുല്ലപ്പെരിയാർ ടണൽ സമരം 200ാം ദിവസത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സമുദ്രശാസ്ത്രജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത നിർവഹിച്ചു. സമരസമിതി പ്രസിഡന്റ് രമേശ് രവിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഭൗമശാസ്ത്രജ്ഞൻ പ്രൊഫസർ PS സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രദർശനമേളയിൽ നഗരസഭാധ്യക്ഷ ശ്രീജ CS ആശംസകൾ അറിയിച്ചു. ആരോഗ്യം പ്രദാനം ചെയ്ത ഭക്ഷ്യവസ്തുക്കളും അവ ഉണ്ടാക്കുന്ന രീതികളും പൊതുജനങ്ങൾക്ക് അംഗനവാടി പ്രവർത്തകർ വിവരിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് പുലിയൂർ പഞ്ചായത്ത് റെയിൽവേക്ക് കത്ത് നൽകി. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ഇത്തവണത്തെ മഴക്കാലം എത്തുന്നതിന് മുൻപായെങ്കിലും മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യം. കോഴിക്കോട് ചെറുവാടി ഫെസ്റ്റ് 2025 കാർണിവലിൽ വിവിധ മാധ്യമങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഫെസ്റ്റ് സമാപന വേദിയിൽ ET മുഹമ്മദ് ബഷീർ MP മികച്ച റിപ്പോർട്ടിങ്ങിനുള്ള മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. ഫെസ്റ്റ് തുടങ്ങിയതു മുതൽ അവസാന ദിവസം വരെയുള്ള വിവിധ വാർത്തകൾ പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകിയത്.
നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേസുമായി ബന്ധപ്പെട്ട ചരിത്രം, പിന്നീടുണ്ടായ കേസുകളുടെ പൂർണ്ണ വിവരങ്ങളും അടങ്ങിയ പത്രം വിതരണം ചെയ്തു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് MLA മുരളി പെരുന്നല്ലി ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ മുഖ്യാതിഥിയായി 38 ലക്ഷം രൂപ ചിലവിട്ടാണ് കെട്ടിടം നവീകരിച്ചത്. തൃശൂർ ചാലക്കുടിയിൽ ബാലസംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വേനൽ തുമ്പികൾ പരിപാടിയുടെ ഏരിയ പര്യടനം ആരംഭിച്ചു. ബാലസംഘം സംസ്ഥാന പ്രസിഡന്റ് DS സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുട്ടികളുടെ വിവിധ ഇനം പരിപാടികളും അരങ്ങേറി. 27 കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തൃശൂർ കൊടകര ഗാന്ധിനഗറിൽ ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. ഗാന്ധിനഗർ ക്ലബ് പരിസരത്ത് നടത്തിയ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ എന്നിവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വനിതകളുടെ ഫ്യൂഷൻ കൈക്കുട്ടിക്കളി അരങ്ങേറി. തൃശൂർ മണലൂർ പഞ്ചായത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ അഗ്നിവീർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മണലൂർ സ്വദേശി അഭിദേവിനെ ആദരിച്ചു. BJP വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ BJP 3-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ അഭിദേവിന് പൊന്നാട അണിയിച്ചു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലാസർ ചേട്ടൻ, നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം പവർഫുൾ ആക്കാം. ധനലക്ഷ്മി, ധനലക്ഷ്മി, ധനകാര്യത്തിന് ധനലക്ഷ്മി. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ്, പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലാണല്ലോ. ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു. അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത്. മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ, അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ. നന്ദിലത് ജി മാർട്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസൻസ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ TV. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി, ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ TV. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള TV ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ TV by CJ Smart. ന്യൂസ് ആഫ്റ്റർനൂൺ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ഇൻ അസോസിയേഷൻ വിത്ത് കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. My G Future. Experience the next. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും മൈ ചോയ്സ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ഗോപുനന്ദിലെ ജിമാർട്ടിൽ ഒരു AC-യുടെ വിലയ്ക്ക് 2 AC-കൾ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിൽ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. SP Medifort, the new advanced unit of SP Fort Healthcare, is now operational at Injikil, Thiruvananthapuram. Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya.
നമസ്കാരം. ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൃതദേഹം കണ്ടെത്തിയത് രക്തം വാർന്ന നിലയിൽ. മുഖത്ത് ആയുധം ഉപയോഗിച്ചുള്ള മുറിവുകൾ. ഒരാൾ കസ്റ്റഡിയിലെന്ന് സൂചന.